ഗൈസ്, അപ്പം നമുക്കിന്ന് കുത്തപ്പം ഉണ്ടാക്കാം. ഈ അരി വെള്ളത്തിലിട്ട് വെച്ചതാണ്. 2 3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച വെള്ളമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചരുവി വെച്ച തേങ്ങയാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ വേണം കേട്ടോ. ഈ ലൂസ് വേണേ, അല്ലാണ്ട് ടൈറ്റായി പോകരുത്. ഇതിന് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണേ. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ തന്നെ ചൂടാം കേട്ടോ. ഇത് നമ്മൾ ഇതിലാണേ ചുടുന്നത്. ഇതില്ലാതെ നോൺ സ്റ്റിക്കിൽ ചുടുന്നവർക്ക് നോൺ സ്റ്റിക്കിലും ചുടാൻ പറ്റും. അതിൽ ചുട്ടാൽ ഒന്നും കൂടെ നന്നായി കിട്ടും. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കും. എണ്ണയും ഓയിലും ഒന്നും വേണ്ട കേട്ടോ. ഈ ചട്ടിയിലാവുമ്പോൾ ഒന്നിൻ്റെ ആവശ്യമില്ല. അടുപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടായാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വയ്ക്കാം. ഇത് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേവ് സ്ലിമ്മാക്കിയിട്ടിട്ട് വേണം കേട്ടോ ഇത് അടുപ്പത്ത് വയ്ക്കാൻ. ഗ്യാസുമ്മലാണെങ്കിൽ സ്ലിമ്മാക്കിയിടുക, അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. നല്ല തീയിലാകുമ്പോൾ അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. വെന്ത് കിട്ടൂല, കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതെങ്ങനെയായി വരും കേട്ടോ. വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവേ. അപ്പോൾ നമ്മുടെ കുത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും അറിയുന്നവരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.